നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം പുതിയ നീക്കങ്ങൾ നടത്തുന്നു. അന്വേഷണം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. 2 സ്ത്രീകളെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് ആശുപത്രിയിലെ രേഖകൾ തേടി ക്രൈംബ്രാഞ്ച് സംഘം പോയത്. ഈ ആശുപത്രികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇരകളാണ് എന്ന് ഉറപ്പിച്ചോ വ്യക്തമോ ആയിട്ടില്ല. ബാംഗ്ലൂരിലെ ആശുപത്രികളിൽ ഇരകളെന്ന് കരുതുന്നവർ ചികിത്സയെ തേടിയിരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചതായും വിവരമുണ്ട്. ഇവിടെ നിന്ന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ പരാതിക്കാരെ സമീപിച്ച് മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും. പരാതിയോ മൊഴിയോ നൽകാൻ യുവതികൾ തയ്യാറായില്ല എങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നും പരാതിപ്പെട്ട ഹൈക്കോടതി അഭിഭാഷകന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അതിന് അപ്പുറമൊന്നും പോലീസിന്റെ കയ്യിൽ ഇല്ല. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായതായി അന്വേഷക സംഘത്തിന് വിവരം ലഭിച്ചു. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ഇത് സ്ഥിരീകരിക്കാനാണ് അന്വേഷക സംഘം ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. പുറത്തുവന്ന ശബ്ദ സന്ദേശം രാഹുലിന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ശബ്ദ പരിശോധന നടത്തണം. ഇതിനായി രാഹുലിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കണം. യുവാക്കളുമായി അടുപ്പമുള്ള 3 മാധ്യമ പ്രവർത്തകരെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സമീപിച്ചിരുന്നു. നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച് രാഹുലിനെതിരെ ബാലാവകാശ കമ്മീഷൻ പരാതി നൽകിയ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി അന്വേഷക സംഘം രേഖപ്പെടുത്തിയിരുന്നു. നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിലൂടെ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടുവെന്ന പരാതി കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നു. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച സന്ദേശം അയച്ചു, ഫോണിൽ ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ 13ഓളം പരാതികളാണ് ലഭിച്ചത്. പരാതികളുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാവും രാഹുലിനെ ചോദ്യം ചെയ്യുക. വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. നിലവിൽ ലഭ്യമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തുക.